നമസ്കാരം. ഇന്ന് തീയതി നവംബർ 21. 730 ദിവസം അകലെ, അതായത് കൃത്യം 2 വർഷം അകലെ ഇതേപോലൊരു നവംബർ 21 ഖത്തറിന്റെയും കായിക ലോകത്തിന്റെയും തന്നെ സ്വപ്ന കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. 2022 ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളുന്നത് നവംബർ 21. 2 വർഷം മാത്രം അകലെ ലോക കായിക മാമാങ്കത്തിനായി ഖത്തർ എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട് അതറിയാനായി ഖത്തർ പടുത്തുയർത്തുന്ന മഹാമൈതാനങ്ങളിലൂടെ നമുക്കൊരു യാത്ര പോകാം. വരൂ എന്നോടൊപ്പം. ദോഹയിൽ നിന്നും 40 കിലോമീറ്റർ അകലെ അൽഖോറിലേക്കാണ് ആദ്യ യാത്ര. എക്സ്പ്രസ് വേയിലൂടെ ഏകദേശം 30 കിലോമീറ്റർ പിന്നിടുമ്പോൾ തന്നെ മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന പരമ്പരാഗത അറബി ടെന്റ് കാണാം. ഖത്തർ കായിക ലോകത്തെ ആദ്യം സ്വീകരിച്ചിരുത്തുന്നത് ഈ ടെന്റിലാണ്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരം, അതായത് കിക്ക് ഓഫ് നടക്കേണ്ട അൽബൈത്ത് സ്റ്റേഡിയമാണ് എനിക്ക് പിറകിൽ കാണുന്നത്. മിനുക്കുപണികൾ ഉൾപ്പെടെ മുഴുവൻ ജോലികളും 100% പൂർത്തിയായി ഉദ്ഘാടനത്തിനു വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽപ്പാണ് ഈ മനോഹര സുന്ദര സ്റ്റേഡിയം. ഗ്രൂപ്പ് ഘട്ടം മുതൽ സെമി ഫൈനൽ വരെയായി 9 മത്സരങ്ങൾ നടക്കുന്നത് ഈ അൽബൈത്ത് സ്റ്റേഡിയത്തിലാണ്. 60,000 പേർക്കിരിക്കാം. ജാമിതീയ രൂപങ്ങളാൽ അലങ്കൃതമായ പരമ്പരാഗത സദു ചിത്രകല കൊണ്ടാണ് ഉൾഭാഗം അലങ്കരിച്ചിട്ടുള്ളത്. കൃത്രിമമായി ഉണ്ടാക്കിയ തടാകങ്ങളും പൂന്തോട്ടങ്ങളും കളിസ്ഥലങ്ങളുമൊക്കെ സ്റ്റേഡിയത്തിന്റെ പുറം കാഴ്ചകൾക്ക് മനോഹാരിത കൂട്ടുന്നു. കോവിഡ് സാഹചര്യത്തിൽ ഉദ്ഘാടനം നീണ്ടുപോകുന്ന അൽബൈത്ത് സ്റ്റേഡിയം ഈ ഡിസംബറിലോ അടുത്ത വർഷമാദ്യമോ കായിക ലോകത്തിനായി തുറന്നുകൊടുക്കും. രണ്ടാമതായി ലോകകപ്പിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ അൽ ജനൂബ് സ്റ്റേഡിയമാണ് എനിക്ക് പിറകിലുള്ളത്. കഴിഞ്ഞ വർഷം തന്നെ ഉദ്ഘാടനം കഴിഞ്ഞു. ഗ്രൂപ്പ് ഘട്ടം മുതൽ ക്വാർട്ടർ വരെയുള്ള 7 മത്സരങ്ങൾ നടക്കേണ്ട അൽ ജനൂബിൽ 40,000 പേർക്ക് ഒരുമിച്ചിരുന്നു കളി കാണാം. ഇക്കഴിഞ്ഞ ക്ലബ് ലോകകപ്പിനും അൽ ജനൂബ് വേദിയായി. ദോഹയിൽ നിന്നും 12 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ അറബിത്തൊപ്പി പോലെയുള്ള കളി മൈതാനം. ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കേണ്ട അൽ തുമാമ സ്റ്റേഡിയമാണ് എനിക്ക് പിറകിലുള്ളത്. 80% ജോലികളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി ചുറ്റുവട്ടം മോടി പിടിപ്പിക്കാനുള്ള ജോലികൾ മാത്രമാണ്. അടുത്ത വർഷം ആദ്യം ഉദ്ഘാടനമുണ്ടാകും. ക്വാർട്ടർ വരെയുള്ള 8 മത്സരങ്ങൾ നടക്കേണ്ട തുമാമ സ്റ്റേഡിയത്തിന്റെ ശേഷി 40,000 ഇരിപ്പിടങ്ങളാണ്. മെട്രോ സർവീസ് വഴി 15 മിനിറ്റ് കൊണ്ട് സ്റ്റേഡിയത്തിലെത്താം. ലോകകപ്പ് ഫുട്ബോളിനായി ഖത്തർ ആദ്യം പണി പൂർത്തിയാക്കിയ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് എനിക്ക് പിറകിലുള്ളത്. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ, ലൂസേഴ്സ് ഫൈനൽ എന്നിവ നടക്കേണ്ടത് ഈ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ലോകകപ്പിൽ മൊത്തം 8 മത്സരങ്ങൾ നടക്കേണ്ട ഈ സ്റ്റേഡിയത്തിന്റെ ശേഷി 40,000 ഇരിപ്പിടങ്ങൾ. ഖലീഫയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് അൽ റയാൻ സ്റ്റേഡിയവും. റയാൻ ക്ലബിന്റെ പഴയ സ്റ്റേഡിയം നവീകരിച്ചതാണ്. മണൽക്കൂനയുടെ ആകൃതിയിൽ നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ ശേഷി 40,000 ഇരിപ്പിടങ്ങൾ. പ്രീ ക്വാർട്ടർ വരെയുള്ള 7 മത്സരങ്ങളാണ് ഇവിടെ നടക്കേണ്ടത്. 90% ജോലികളും പൂർത്തിയായ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഡിസംബറിലോ അടുത്ത വർഷം ആദ്യമോ ഉണ്ടായേക്കും. ഖത്തർ ഇക്കഴിഞ്ഞ ജൂലൈയിൽ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയമാണ് എനിക്ക് പിറകിൽ കാണുന്നത്. ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം ഉൾപ്പെടെയുള്ളവ നടക്കുന്നത് ഖത്തർ ഫൗണ്ടേഷന് കീഴിലുള്ള ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. 40,000 പേർക്ക് ഇരുന്ന് കളി കാണാവുന്ന രീതിയിലാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം. എഡ്യൂക്കേഷൻ സിറ്റിയിൽ നിന്നും വീണ്ടും ദോഹയുടെ ഹൃദയഭാഗത്തേക്ക്, അവിടെ ദോഹ തുറമുഖത്തിന്റെ ഓരത്തായി ഷിപ്മെന്റ് കണ്ടെയ്നറുകൾ കൂട്ടിയോജിപ്പിച്ചു വെച്ച് വലുതെന്തോ നിർമ്മിക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മറ്റൊന്നുമല്ല, ഇതാണ് ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ വരെയുള്ള 6 മത്സരങ്ങൾക്ക് വേദിയാകേണ്ട റാസ് അബു അബൌദ്. ശൂന്യതയിൽ നിന്നും പടുത്തുയർത്തപ്പെടുന്ന ഈ സ്റ്റേഡിയം 2022 ലോകകപ്പ് കഴിഞ്ഞാൽ ശൂന്യത മാത്രം ബാക്കിയാക്കി മുഴുവനായും പൊളിച്ചുകളയും. പൂർണ്ണമായും ഷിപ്പിംഗ് കണ്ടെയ്നറുകളും ഇരുമ്പ് കമ്പികളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് സ്റ്റേഡിയം. 40,000 ഇരിപ്പിടമാണ് ശേഷി. അടുത്ത വർഷം പകുതിയോടെ മുഴുവൻ ജോലികളും പൂർത്തിയാകും. ലോകകപ്പ് കഴിഞ്ഞാൽ പൂർണ്ണമായും പൊളിച്ചുകളയും. ഇരിപ്പിടങ്ങൾ ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യങ്ങൾക്ക് സംഭാവന ചെയ്യും. അവസാനമായി ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം ഉൾപ്പെടെ 10 മത്സരങ്ങൾ നടക്കുന്ന ഖത്തറുകാരുടെ മാറക്കാന എന്ന വിശേഷണമുള്ള ലുസൈൽ ഇന്റർനാഷണൽ സ്റ്റേഡിയം 80,000 ഇരിപ്പിടങ്ങളുടെ ശേഷിയുമായി മധ്യേഷ്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ മൈതാനമെന്ന ഖ്യാതി. അടുത്ത വർഷം അവസാനത്തോടെ മുഴുവൻ ജോലികളും പൂർത്തിയാകും. ഈ സ്വപ്നസുന്ദര മൈതാനത്ത് ആരായിരിക്കും ലോക ഫുട്ബോളിന്റെ രാജപട്ടത്തിന് അവകാശികളാവുക?
അതറിയാൻ ഇനി ബാക്കിയുള്ളത് 2 വർഷം മാത്രം. ദോഹയിൽ നിന്നും അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ 1.